റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളി യുവാക്കളുടെ മോചനം വൈകുന്നതിൽ സർക്കാരിനെയും ജനപ്രതിനിധികളെയും വിമർശിച്ച് ബന്ധുക്കൾ ബിനിലിനെയും ജെയിനെയും മോചിപ്പിക്കാൻ ആരും ഇടപെടുന്നില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഓർത്തഡോക്സ് സഭ വിഷയത്തിൽ ഇടപെട്ടത് മാത്രമാണ് നേരിയ ആശ്വാസം നൽകുന്നതെന്നും ബന്ധുക്കൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആരും ഇടപെടുന്നില്ല. ബാവാതിമേനി പോയപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടെന്ന് മാത്രം, അല്ലാതെ ആരും ഇതിന് ഇടപെടണില്ല. എംബസി ആയാലും അയാൾ ഞങ്ങൾ നോക്കുന്നുണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കുക, അങ്ങനെ മാത്രമേ പറയണമെന്നുള്ളൂ. കേന്ദ്രത്തിൽ നിന്നായാലും ആരായാലും എം പിമാർക്ക് കൊടുത്തു, അങ്ങനെ കുറേ ആൾക്കാർക്ക് കൊടുത്തു. ആരും ഇതിൽ ഇടപെടുന്നില്ല, ഞങ്ങളതിനൊന്നും സഹായിക്കുന്നില്ല ആരും. ഇതുവരെ ആരും ഈ കാര്യങ്ങളൊന്നും അന്വേഷിച്ച് വന്നിട്ടില്ല. ഞങ്ങളിതൊക്കെ എല്ലാവർക്കും ഇത് ലെറ്റർ എഴുതി കൊടുത്തു, പക്ഷേ ആരും എന്താണെന്ന് ഒന്നും അന്വേഷിച്ച് വരെ ഇതിൻ്റെ ബാക്കി ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ ഞങ്ങളതിനെ സഹായിക്കുന്നില്ല. നമ്മളിതുവരെയും കൊടുത്ത പരാതികളൊക്കെ വിദേശ മന്ത്രാലയത്തിന് അയച്ചു. ജില്ലാ കളക്ടർ ചെയ്യുന്ന അതേ കർത്തവ്യം അല്ലാതെ ഒരാളും മുന്നോട്ട് പോവുകയോ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടില്ല. റഷ്യൻ പാസ്പോർട്ടാണ് ഡിഫിക്കൽട്ടാണെന്ന് പറയുന്ന ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ കൊണ്ടുവരാൻ സാധിച്ചു. ഇവരുടെ കാര്യത്തിൽ ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചതായിട്ട് അറിയത്തില്ല. റഷ്യൻ എംബസി പറഞ്ഞു നിങ്ങളുടെ കാര്യങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നതല്ലാണ്ട് ബാക്കിയുള്ള കൂടെ പ്രവർത്തിച്ചവരെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇവരുടെ കാര്യത്തിൽ തിരിഞ്ഞു നോട്ടം പോലും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഒരു പോലീസിൻ്റെ രീതിയിൽ നിങ്ങൾ അറിഞ്ഞിട്ടല്ലേ പോയ യുദ്ധക്കളത്തിലേക്ക് പോയതല്ലേ. ഇവിടെ സർക്കാരിൻ്റെ വിദേശ മന്ത്രാലയത്തിൻ്റെ ഓർഡർ ഇല്ലാണ്ടാണ് പോയത്, എംബസിയുടെ ഓർഡർ ഇല്ലാണ്ടാണ്. അങ്ങനെയുള്ള തിരിച്ചു നയങ്ങൾ മാത്രമാണ് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാർ വന്നിട്ട് വീട്ടിൽ വന്ന് പറയും. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, കഴിഞ്ഞ ദിവസം നമ്മൾ അവരവിടെ നിന്നും അയച്ച ശബ്ദ സന്ദേശമെല്ലാം കേട്ടിരുന്നു. അവരെത്രമാത്രം അപകടം നിറഞ്ഞ ഒരു സ്ഥലത്താണ്, എത്രമാത്രം ദുരിതത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. അവരെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആണ് അവർ സന്ദേശം അയച്ചത്, അവരുടെ നിസ്സഹായാവസ്ഥ പറഞ്ഞുകൊണ്ട്. എന്നാൽ അതിൽ യാതൊരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ അത് വളരെയധികം കഷ്ടം നിറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകാത്തത്? അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമൊക്കെ ഏത് രീതിയിലാണ്? സ്വാതി, ഈ 8 മാസത്തോളമായി ബിനിലും ജെയിനും റഷ്യയിലെ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ട് ഇത്രയും നാളായിട്ടും കാര്യമായ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവർ നിരാശയോടുകൂടി പങ്കുവയ്ക്കുന്ന കാര്യം. കാരണം നമുക്കറിയാം, മലയാളി യുവാക്കൾ അടക്കമുള്ള മറ്റുള്ള ആളുകളൊക്കെ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ നിന്നും ഇതേ പ്രതിസന്ധിയിൽ നിന്നും യുദ്ധമുഖത്തു നിന്നുമൊക്കെ മടങ്ങിയെത്തിയിട്ടും ഇവർക്കൊപ്പം പോയ ഈ 2 പേരുടെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അലംഭാവം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ബന്ധുക്കൾ പ്രധാനമായും ചോദ്യമായി ഉയർത്തുന്നത്. ഇത് തന്നെയാണ് 3 വട്ടം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളെ കണ്ടു. ജില്ലയിലെ ജനപ്രതിനിധികൾ, മന്ത്രിമാർ, MLA മാർ അടക്കമുള്ള ആളുകളെയൊക്കെ കണ്ട് പരാതി അറിയിച്ചു. ജില്ലാ കളക്ടർ 3 വട്ടം ഇതിനോടകം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിനടക്കം പരാതി നൽകി. പക്ഷേ ഇത്രയേറെ പരാതികൾ നൽകുകയും ഓഫീസുകൾ കയറി ഇറങ്ങുകയും ജനപ്രതിനിധികളെ പലവട്ടം കണ്ട് പരാതി അറിയിക്കുകയും ചെയ്തിട്ടും യാതൊരു തരത്തിലുള്ള ഇടപെടലുകളൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല. ജില്ലയിലെ ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് MP-യും MLA-മാരുമായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഇവരുടെ എല്ലാം പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ ആളുകൾ വിമർശനം ഉന്നയിക്കുന്നത്. ബിനിലിന്റെ ഭാര്യാപിതാവായ ആളും അതോടൊപ്പം തന്നെ ജെയിന്റെ മാതാവുമാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. 2 പേരും സർക്കാരിനെതിരെ കടുത്ത വിമർശനം തന്നെയാണ് ഉന്നയിക്കുന്നത്. കാരണം ഓർത്തഡോക്സ് സഭയാണ് ഈ അടുത്ത കാലത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഓർത്തഡോക്സ് സഭയുടെ ഇടപെടലിൽ ഒരു നേരിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ സർക്കാർ തലത്തിൽ നടക്കേണ്ട ഒരു കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സർക്കാർ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും കാര്യമായ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. ഇത്രയും നാളായി പരാതി പറഞ്ഞ് പുറകെ നടന്നിട്ടും ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ ജനപ്രതിനിധിയോ പോലും ഈ തൃശ്ശൂരിലുള്ള തങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. സർക്കാർ ജനപ്രതിനിധികളും വിമർശനം തന്നെ ഇവർക്കെതിരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് വിമർശനം ഉന്നയിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും ഒക്കെ ചില അന്വേഷണം നടത്തുന്നു. പക്ഷേ വീട്ടിലെത്തുന്ന അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർ തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ചില വാക്കുകൾ പറയുന്നത്. എന്തായാലും അടിയന്തരമായ ഒരു ഇടപെടൽ അവർക്കുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.